ഹലോ നമസ്കാരം എല്ലാവർക്കും ഈസി സ്നാക്സോട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ അന്നത്തെ ദിവസം മാത്രം ഉണ്ടാക്കുന്ന ഫുഡ് ആയതുകൊണ്ടാണ് എനിക്ക് നേരത്തെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഈ പെസഹ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈശോ മരിക്കുന്നതിന് തലേദിവസം ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ വിരുന്നിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീടുകളിൽ പെസഹ അപ്പവും പാലൊക്കെ ഉണ്ടാക്കി വ്യാഴാഴ്ച ഭക്ഷിക്കുന്നത്. അപ്പോൾ ആ മരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ദുഃഖവെള്ളിക്ക് തലേദിവസമായ വ്യാഴാഴ്ച പെസഹ വ്യാഴമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് എന്ന് പറയുന്നത് വളരെയധികം കാലം പഴക്കമുള്ളൊരു ട്രഡീഷണൽ ഫുഡും കൂടിയാണ്. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീടുകളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ സിമ്പിളായിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങളപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ വേഗം തന്നെ നമ്മുടെ കിച്ചണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് പെസഹ അപ്പവും പാലും ഉണ്ടാക്കണം നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം അപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അപ്പത്തിൽ വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ കിട്ടാത്തവരുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ഒരു ചെറിയ തേങ്ങ കൊത്തിയെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1.5 ഗ്ലാസ് അരിക്കുള്ള കണക്കുകളാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ 1 കപ്പ് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നന്നായിട്ടൊന്ന് ചുമന്ന് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ചുമക്കെ തന്നെ വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പത്തിലൊക്കെ ഇടാൻ വറുക്കത്തില്ലേ, അതേപോലെ തന്നെ വറുത്തെടുക്കണം. നമ്മുടെ ആയിട്ടുണ്ട്. നമുക്ക് ഇത് വാങ്ങിയെടുക്കാം കേട്ടോ, ഒരു പാത്രത്തോട്ട് മാറ്റാം കേട്ടോ. ഇങ്ങനെ കൊത്തി വറക്കാനായിട്ട് കൊപ്രയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് നല്ലത്. വെള്ളം പറ്റിയ തേങ്ങ അതൊക്കെയാണ് നല്ലത്. പച്ചത്തേങ്ങ കേട്ടോ. തേങ്ങാക്കൊത്തെല്ലാം വറുത്ത് മാറ്റിണ്ട്. അപ്പോൾ അതിലോട്ട് 1 കപ്പ് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതാണ് കേട്ടോ. അത് 1 കപ്പ് ചുമന്നുള്ളി 1 കപ്പ് തേങ്ങാക്കൊത്താണ് കേട്ടോ നമ്മൾ എടുത്തത്. ഇത് ഈ ചുമന്നുള്ളിയും ഇതേപോലെ തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുത്തത് ഇപ്പോൾ വന്നിട്ട് ബ്രൗൺ കളറാണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കത്തില്ലേ, അതേപോലെ തന്നെ നല്ലതായിട്ട് ബ്രൗൺ കളർ ആവണം കേട്ടോ. കരിയാൻ പാടത്തില്ല, നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടണം. അപ്പോൾ ഇത് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇത്ര മതി. ഇനി ബാക്കി ഇതിരുന്ന് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഈ ചട്ടിയിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചതിൻ്റെ ഒരു സൈഡിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇരുന്നിട്ട് ഈ തേങ്ങാക്കൊത്തും ഉള്ളിയും ഒന്ന് തണുക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. നമ്മുടെ തേങ്ങാക്കൊത്ത് ഉള്ളിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒന്നിരുന്ന് തണുക്കട്ടെ. അപ്പൊ ഒന്ന് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കട്ടെ. ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. നമുക്കപ്പൊ ഇനി അരിയും സാധനങ്ങളൊക്കെ അരച്ചെടുക്കണം. ഞാനപ്പോ ഇവിടെ ഒരു 1.5 കപ്പ് പച്ചരി, ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ പച്ചരി, ഞാനിപ്പോ സാധാ പച്ചരി എടുത്തേക്കണത്. ഇത് 8 മണിക്കൂർ കുതിർത്തിയതാണ് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ 8 വെച്ചിട്ട് ഉച്ചയ്ക്കാണ് എടുക്കണത് കേട്ടോ. അതേപോലെ തന്നെ 1/4 ഗ്ലാസ്, 1.5 കപ്പ് പച്ചരിക്ക് 1/4 ഗ്ലാസ് ഉഴുന്ന് കേട്ടോ. ഇത് രണ്ടും കൂടി നമുക്കിനി അരച്ചെടുക്കണം. അപ്പോൾ പൊടിയായിട്ട് പൊടിപ്പിച്ചെടുക്കാൻ മില്ലുണ്ടെങ്കിൽ നിങ്ങൾ അരി പൊടിപ്പിച്ചെടുത്താൽ മതി. ഞാനപ്പോൾ മില്ലിലൊന്നും കൊണ്ടുപോകാനുള്ള, ജസ്റ്റ് ഇപ്പോൾ ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് അരയ്ക്കാൻ പോകണ്ട. നമ്മൾ എടുത്തു വെച്ച പച്ചരി മൊത്തം ഞാൻ ദാ ഈ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വളരെ കുറച്ച് തേങ്ങാപ്പാൽ കേട്ടോ. ഒരു തേങ്ങ, ഒരിടത്തരം വലുപ്പത്തിലുള്ള തേങ്ങ ചിരകി അതിൻ്റെ പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിനകത്തുനിന്ന് വളരെ കുറച്ചാണ് കേട്ടോ ചേർക്കണത്. ഏകദേശം ഒരു 1/4 ഗ്ലാസിൻ്റെ അടുത്ത് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരയ്ക്കണം എന്ന് വെച്ചാൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഞാനപ്പോ നമ്മുടെ അരിത അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് അരയ്ക്കണം. പിന്നെ അധികം തേങ്ങാപ്പാലും ചേർക്കരുത് കേട്ടോ. തേങ്ങാപ്പാൽ ഇല്ലാത്തവർക്ക് ഇപ്പൊ വെള്ളം വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ തേങ്ങാപ്പാൽ ചേർത്താണ് അരച്ചേക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് അരച്ചെടുത്തേക്കുന്നത്. നമ്മുടെ ആ സെയിം മിക്സിയുടെ ജാറിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന 1/4 ഗ്ലാസ് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉഴുന്ന് വളരെ കുറച്ച് മതി കേട്ടോ. ഇതിലോട്ടും കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇതേപോലെ തന്നെ ഈ കൺസിസ്റ്റൻസി തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോ അരച്ചെടുത്തോണ്ട് കൊണ്ടുവരട്ടെ. ഉഴുന്നും ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഫൈനായിട്ട്. അപ്പൊ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉഴുന്നും അരിയും അരച്ച മിക്സിയിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ചുമന്നുള്ളി കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സവാള ചെറുതിനെ അരിഞ്ഞിട്ട് വറുത്തെടുത്താലും മതി കേട്ടോ. കിട്ടിയില്ലെന്ന് ഓർത്ത് പേടിക്കണ്ട, കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 ടീസ്പൂൺ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതിലോട്ട് നമുക്ക് ഈ തവിയിൽ ഒരു തവിയും കൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ മാവ് ഇപ്പൊ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ വേണ്ടത്. നമുക്കിനി ഇത് ചുട്ടെടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളപ്പോ ഉരുളി വെച്ചിട്ട്, ഉരുളി ഇപ്പൊ ചൂടായിട്ടുണ്ട് കേട്ടോ. അടുപ്പിലോട്ടാണ് വെക്കണത് കേട്ടോ.
അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മുടെ അപ്പത്തിൻ്റെ തവി ഒരു 2-3 തവി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം കോരി വെച്ചിലോട്ട് നമുക്ക് ഇനി ഒരു കുരിശടയാളം വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഓശാന ഞായറാഴ്ച വേവിച്ചിട്ടുള്ള നമ്മുടെ കുരുത്തോര ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാനൊരു കുരിശ് ഉണ്ടാക്കുവാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് കട്ടിയുള്ള ഒരു മൂടിക വേണം കേട്ടോ വെച്ച് മൂടാനായിട്ട്. ഞാൻ ആ ഉരുളി ഒരു നല്ല കട്ടിയുള്ള മൂടി വെച്ച് മൂടിയിട്ട് അതിൻ്റെ പൊക്കത്ത് ഒരു വെയിറ്റുള്ള എന്തെങ്കിലും സാധനം കയറ്റി വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നേരൊന്നും പോകാതെ നല്ല ഇതിലിരുന്നത് വേവാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തേക്ക് എടുക്കും ഒരു അപ്പം ആവാനായിട്ട്. അപ്പോൾ അതവിടെ നിന്ന് പതിയിരുന്ന് ആവട്ടെ. ഒരു വശം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് മറച്ചിട്ടിട്ട് അതേപോലെ തന്നെ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാവാനായിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ അത് അവിടെ നിന്ന് നമുക്ക് അതൊന്ന് ആയാന്നൊന്ന് നോക്കാം കേട്ടോ. ഇത് ആയാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി പോലെയൊക്കെ ഉണ്ടാവും. വെള്ളം വീടുമ്പോൾ ഉണ്ടാകും പൊട്ടിത്തെറി പോലെ. ആ സമയത്ത് നിങ്ങൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ഒന്നും കൂടി ഒന്ന് ബ്രൗൺ കളർ ആവാനുണ്ട്. അപ്പോൾ അതിനെ അടച്ചു വെച്ചാവണമെന്നില്ല, തുറന്ന് കിടന്നതിന് ആയാൽ മതി. അപ്പോൾ അവിടെ നിന്ന് തുറന്ന് കിടന്ന് നമുക്ക് 2 വശം ഒന്നും കൂടി ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ആദ്യത്തെ അപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ കാണിക്കുമ്പോൾ കരുകരുന്ന് ഒച്ച കേട്ട് കളറും മാറി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് മേടിക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്കതൊരു അരിപ്പപ്പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാഴ്ച വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എണ്ണ എല്ലാം അതിലോട്ട് ഊർന്ന് ഇറങ്ങിക്കോളും. ഇതിലോട്ട് നമുക്ക് അടുത്ത സെറ്റ് അപ്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ പൊക്കത്തും ഞാൻ കുരുത്തോല വെച്ചിട്ട് ഒരു കുരിശടയാളം ഉണ്ടാക്കാം കേട്ടോ. അതിന് ശേഷം അത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മുടെ അപ്പങ്ങളെല്ലാം ചുട്ടെടുക്കണം. അപ്പം ഉണ്ടാക്കാന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ഇനി നമ്മൾ ഇതിന് ശേഷം വേറൊരു അപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ അപ്പത്തിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഈ അപ്പം ഇവിടെ നിന്ന് ആയിക്കോട്ടെ. ഏകദേശം ഒരു 2 വലിയ അപ്പവും ഒരു ചെറിയ അപ്പത്തിനുള്ള മാവ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്കിനി പുഴുങ്ങുന്ന അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 8 മണിക്കൂർ കുതിർത്തിയ ഉഴുന്നാണ് ഇത്. ഇത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു കുടം വെളുത്തുള്ളി ആണ് ഇത്. ഏകദേശം ഒരു 10-15 അല്ലിയുടെ അടുത്ത് ഉണ്ടാവും. അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 കൈപ്പിടി തേങ്ങ ചിരകിയത്. ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച കൺസിസ്റ്റൻസി തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഉഴുന്ന്, ജീരകം, വെളുത്തുള്ളി, തേങ്ങാപ്പാല്, 2 പിടി തേങ്ങ ഇത്രയും ചേർത്ത മിക്സ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ്. പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഈ അപ്പത്തിന് വേണ്ടത്. വറുത്ത അരിപ്പൊടി നമ്മൾ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി എന്നൊക്കെ പറഞ്ഞ് മേടിക്കത്തില്ല, ആ സെയിം അരിപ്പൊടി മതി. ഇതിലോട്ട് നമ്മുടെ ഈ ഉഴുന്നിന്റെയും തേങ്ങയുടെയും ജീരകത്തിന്റെയും തേങ്ങാപ്പാലിന്റെയും ഒക്കെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തോട്ടെ. അപ്പൊ എൻ്റെ ഒരു വെള്ളം കുറവാണ്. ഞാൻ അപ്പോൾ ഏകദേശം ഒരു 1/2 ഗ്ലാസിന്റെ അടുത്ത് തേങ്ങാപ്പാൽ ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം, കട്ടകളൊന്നും പാടില്ല കേട്ടോ. സാധാ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റ് ആണ് കേട്ടോ. അതാണ് ഞാൻ തേങ്ങാപ്പാൽ എപ്പോഴും ചേർക്കണത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ പുഴുങ്ങിയ അപ്പത്തിന്റെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഈ ഇഡ്ഡലി മാവിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ആവി കയറ്റി ചുടണം കേട്ടോ. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് അതിന്റെ പാത്രമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളപ്പോ അപ്പം ചുടാനായിട്ട് ഞാൻ ഇവിടെ ഒരു കിണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ അതിന്റെ അളവിൽ ഒരു വാഴല ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. വാഴലില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ അല്ലെങ്കിൽ ബേക്കിംഗ് ഷീറ്റ് ആയാലും കുഴപ്പമില്ല, അത് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കണം കേട്ടോ. അപ്പൊ കുറച്ച് എണ്ണ ഞാൻ ഈ വാഴയിലും ഈ പ്ലേറ്റിലൊക്കെ ഒന്ന് തടവി കൊടുക്കണം കേട്ടോ. വാഴല വെക്കണതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് വേഗം വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അപ്പം. ഇത് പുളിക്കാനൊന്നും വെക്കാത്ത അപ്പം ഇതുകൊണ്ട് വിട്ടു പോരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണും. അപ്പൊ ആ ബുദ്ധിമുട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഴല വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബേക്കിംഗ് ഷീറ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വീട്ടിൽ അമ്മച്ചേക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇതാണ് കണ്ടേക്കുന്നത്. പക്ഷെ എനിക്ക് പ്ലാസ്റ്റിക്കിന്റെ അത് ഞാൻ ആവിയായിട്ടുണ്ട് എനിക്ക് വലിയ യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ വാഴല വെക്കണത് കേട്ടോ. എന്നിട്ട് ഈ എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ വാഴല ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. വാഴല വെച്ച് കൊടുത്ത് ഈ പ്ലേറ്റിലോട്ട് നമ്മൾ നേരത്തെ കലക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കട്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ അധികം കട്ടിയല്ല, അന്ന് ഒത്തിരി കട്ടി കുറച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കട്ടിക്കുള്ള മാവാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ തന്നെ ഒഴിക്കാം. ഞാനിപ്പോൾ അധികം കട്ടിയിലല്ലാത്തതുകൊണ്ട് ഒരു 3 തവി മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ വശത്തും അത് ഒരേപോലെ ആയിക്കോളൂ കേട്ടോ. ഞാനപ്പോൾ ഈ അപ്പത്തിന്റെ പൊക്കത്തും ഒരു കുരിശടയാളം ഉണ്ടാക്കുകയാണ്. ഈ കുരുത്തോല എന്ന് പറയുന്നത് നമ്മൾ ഓശാന ഞായറാഴ്ച നമുക്ക് പള്ളിയിൽ നിന്ന് വെഞ്ചിരിച്ച് കിട്ടുന്ന കുരുത്തോലയാണ് കേട്ടോ. അത് വെച്ചിട്ട് ഒരു ചെറിയ കുരിശുണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ആവി കയറ്റാനായിട്ട് ഒരു ഇഡലിച്ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വെള്ളം ചൂടായി, ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആവി വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ അപ്പത്തിന്റെ ഇത് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അപ്പത്തിന് ഇത് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചോ. അതിന്റെ മൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഏകദേശം ഒരു 20 മിനിറ്റിന്റെ അടുത്ത് ഇരിക്കും അപ്പം ആവാനായിട്ട്. അപ്പൊ അപ്പം അവിടെ ഇരുന്ന് ആവട്ടെ കേട്ടോ. നമ്മുടെ ഇപ്പൊ ഈ പുഴുങ്ങിയ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മൾ സാധാ ഇഡലിയും പൊങ്ങപ്പൊക്കെ ഉണ്ടാക്കാൻ വെക്കത്തില്ലേ, ആ ഒരു വേവിന്റെ കണക്ക് തന്നെയാണ്. നമുക്കപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, ഇത് എടുത്ത് മാറ്റാം കേട്ടോ. അത് തന്നെ അവിടെ ഇരുന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് ചൂടാറട്ടെ. നമ്മുടെ 2 അപ്പം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ 2 അപ്പം ഒരു പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെസഹയുടെ പാൽ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. നമ്മളപ്പോൾ പാൽ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. പെസഹ പാൽ ഉണ്ടാക്കാനായിട്ട് ഇവിടെ 2 തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 കപ്പിന്റെ അടുത്തുണ്ട് കേട്ടോ. അതിലോട്ട് ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു 5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ഈ ഒരു ബൗളിൽ 1 ബൗള് അരിപ്പൊടി, നമ്മൾ നേരത്തെ വെള്ള കളറിൽ അപ്പം ഉണ്ടാക്കാൻ എടുത്ത പത്തിരിപ്പൊടി ഉണ്ടല്ലോ, ആ പൊടി തന്നെയാണ് ചേർത്തേക്കുന്നത്, വറുത്ത് പൊടിച്ച പൊടി. അത് നമ്മൾ ഇങ്ങോട്ടോട് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് അമ്മച്ചി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എന്തോരം മധുരം ആവശ്യമുണ്ട് അതിനനുസരിച്ച് പഞ്ചസാര. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരം ശർക്കരപ്പാനി ചേർക്കാം. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് പാലിലോട്ട് ഉരുക്കി വെച്ച ചൂടാറിയ ശർക്കരപ്പാനി അരിച്ചൊഴിച്ചാൽ മതി കേട്ടോ. പഞ്ചസാരക്ക് പകരം ശർക്കരപ്പാനി ചേർക്കണവര്. ഇതെന്ന് പറയുന്നത് ചുക്ക്, ജീരകം, ഏലക്കായ ഇതെല്ലാം കൂടി പൊടിച്ചു വെച്ചതാണ്. അപ്പൊ ഇതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പാലിലോട്ട് ഒരു പൊടി ഉപ്പ് കേട്ടോ. അതേപോലെ തന്നെ അതിലോട്ട് നമ്മുടെ ഈ കുരുത്തോല ഇങ്ങനെ കുരിശിന്റെ രൂപമാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇത് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. അമ്മച്ചി അപ്പൊ ഇവിടെ തേങ്ങാപ്പാല്, അരിപ്പൊടി, ഏലക്കായ, ചുക്ക്, ജീരകം, പഞ്ചസാര, പിന്നെ നമ്മുടെ കുരുത്തോയുടെ കഷ്ണം ഇത്രയും ചേർത്തിട്ടുള്ള നമ്മുടെ പാല് കുറുക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ല ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ കുറുക്കുന്ന പോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് കുറുക്കി എടുക്കണം കേട്ടോ. പിന്നെ ചില ആൾക്കാര് ശർക്കര പാനി ചേർക്കും. അപ്പൊ നമ്മുടെ പായസത്തിന്റെ ഒക്കെ കളറായിരിക്കും പാലിന്. അപ്പൊ ഏത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാം. ശർക്കര പാനി ചേർക്കണം എന്നുള്ളവർക്ക് പഞ്ചസാരക്ക് പകരം പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ചാൽ മതി കേട്ടോ. കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അരിപ്പൊടി അടിയിൽ ഊറിയിട്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് കുറുകി പാകമായി വന്ന വരെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ പാല് ഇളക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വലതുവശത്തോട്ടാണ് നിങ്ങൾ ഇളക്കുന്നതെങ്കിൽ വലതുവശത്തോട്ട് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിത് ആ സമയത്താണ് കുടിക്കത്തുള്ളൂ. അപ്പൊ ടേസ്റ്റ് നോക്കത്തില്ല. അപ്പൊ മധുരത്തിന് ആവശ്യം എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു അളവ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ 1 കപ്പ് പഞ്ചസാര 2 കപ്പ് പഞ്ചസാര ചേർത്താൽ മതിയാവും ഒരു 5 കപ്പ് പാലിലോട്ട്. അപ്പൊ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് 4 കപ്പിന്റെ അടുത്ത് വരെ ചേർക്കാം. അപ്പൊ ആ സമയത്ത് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഏകദേശം ആ ഒരു അളവിൽ ചേർത്താൽ മതിട്ടോ പാലിന്റെ മധുരം എന്ന് പറയുന്നത്. അവിടെ പാല് ഇപ്പൊ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കുറുക്കി വെക്കേണ്ടത്. ഇരുന്നിട്ട് കുറച്ചും കൂടി കുറുക്കി കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആകും. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഇത് ചൂടാറാനായിട്ട് കുറച്ച് ടൈം കൊടുക്കാം കേട്ടോ. നമ്മുടെ പാല് ഇപ്പൊ ഒരു 10 മിനിറ്റ് സമയമായിട്ട് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 15-20 മിനിറ്റിന്റെ അടുത്ത് എടുക്കും ഇത് റെഡിയായി വരാനായിട്ട്. കാരണം